സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ചേളാരി ഭാഗത്താട്ടോ. കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ചേളാരി കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണുള്ളത്. ഇവിടെയൊക്കെ ഒന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാർഗ്ഗമില്ല കേട്ടോ. ചേളാരിയിലൊക്കെ താഴെ ചേളാരിയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ മേലെ ചേളാരി ആ ഗ്യാസ് ഏജൻസിൻ്റെ, ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലെ അതിൻ്റെ അവിടുന്ന് ഒരു ഗ്യാപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജഗതി വളവ്, പാണമ്പ്ര തുടങ്ങുന്ന ആ ജഗതി വളവിൻ്റെ ഭാഗത്തൊക്കെയാണ് പിന്നെ ഒരു സ്പേസ് ഉള്ളൂ. ഇവിടുത്തെ അവസ്ഥ കണ്ടോളിട്ടോ. ഇവിടുത്തെ അവസ്ഥ അതാണ് നമ്മളെ നിലവിലുള്ള റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടോളി. എന്താണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് കയറാനൊന്നൊരു മാർഗ്ഗമില്ല. അവിടെ ഒരു ചെറിയൊരു സ്പേസ് കണ്ടോ, ആ വണ്ടി പോകുന്നിടത്തൊരു സ്പേസ് ഉണ്ട്. അതിൽ കൂടെ ഇപ്പുറത്തേക്ക് കിടക്കാൻ പറ്റൂല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഒരു പോക്കറ്റ് റോഡുണ്ട്, അതിലേക്ക് കയറാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെയൊക്കെ റോഡൊക്കെ പക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് ചേളാരി സ്കൂള്. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് ആദ്യം പുറത്തോട്ട് കാണില്ലായിരുന്നു. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടൊന്നും ഇപ്പോൾ ഇല്ല. ഗ്രൗണ്ടിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ് പൊളിച്ച സ്ഥലത്താണ് ഇപ്പോൾ ആ ഒരു സർവീസ് റോഡ് നിലവിൽ വന്നിട്ടുള്ളത്. പകുതി ഭാഗം സർവീസ് റോഡ് ആ പൊളിച്ച സ്ഥലത്തും പകുതി ഭാഗം ആ സൈഡിൽ മണ്ണിട്ട ഭാഗത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ നമുക്ക് ഉഷാറായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം താഴെ ഭാഗത്തേക്ക് പോവുക. അവിടെ അവിടെ നിന്ന് വരുമ്പോൾ ഈ ഭാഗം കാണിക്കാം. അതാണ് നമുക്ക് യാത്രക്ക് സുഖം. വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും അല്ലാഞ്ഞാൽ. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് അടിപൊളിയായിട്ട് റോഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് പൂർണ്ണമായും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇറ്റാച്ചി അവിടെയൊക്കെ പണി നടക്കുന്നു. ഇറ്റാച്ചിൻ്റെ ഡ്രൈവർ ഫുഡൊക്കെ വാങ്ങിച്ച് അവരെ വണ്ടി ഇപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്ത് അതിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇവിടെയൊക്കെ ഒരു പുതിയ ഓരോരോ സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. കണ്ടില്ല, റോഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റോഡ് പകുതി ഭാഗം ഓൺ സൈഡ് റോഡ് റെഡി ആയിട്ടുണ്ട്. 3 വരി പാതയും ഓപ്പോസിറ്റ് സർവീസ് റോഡുമായിട്ട് ഈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി പഴയ റോഡാണ് ഈ ഒരു ഭാഗം. അതാ വരുന്നത്. ഇത് പഴയ റോഡിൻ്റെ ഭാഗം. ഇത് കുറച്ചൊരു ടേൺ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് കുറച്ചൊന്ന് നേർന്നിട്ട് വരും. റെഡി ആയിട്ട് വരും. സ്ട്രൈറ്റ് റോഡ് ആയിട്ട് വരും. പിന്നെ ലെങ്തി ആയിട്ടുള്ള ടേണിംഗ് ആണ്. നമ്മൾ ഈ NH66 ഹൈവേ എക്സ്പ്രസ് ഹൈവേ ആയിട്ട് വരുമ്പോൾ തന്നെ അങ്ങനെയാണ് ഉണ്ടാവാറ്. അത് ആശാൻ്റെ തൊഴിലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഫുഡിൻ്റെ വണ്ടി വന്നപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു. മൂപ്പര് ഓരോരോ ഭാഗത്തേക്കായിട്ട് പണിക്ക് ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ റോഡ് ഇതല്ല ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ റോഡ്. ഇവിടുന്ന് മേലെ ചേളാരി ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന കാഴ്ച മേലെ ചേളാരി ഭാഗത്തേക്കുള്ള കാഴ്ചയാണ്. പുതിയ അപ്ഡേഷനുകളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് താഴെ ഭാഗത്തേക്ക് കണ്ട് പോവാം. നമ്മളെ ജഗതി ശ്രീകുമാരേട്ടനൊക്കെ ആക്സിഡൻ്റായി ഇപ്പോഴും മൂപ്പര് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ ഇവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരട്ടെ. ആ സ്ഥലം പാണമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡിവൈഡറിനെ ഇടിച്ചിട്ടാണ് അന്ന് ആ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഡിവൈഡറിൻ്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് സർവീസ് റോഡ്. ഒന്ന് ഇത്, ഒന്ന് അപ്പുറത്ത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളിവിടെയൊക്കെ എനിക്കിവിടുന്ന് എൻ്റെ നാട്ടിലേക്ക് ഒരു 7-8 കിലോമീറ്റർ ഉള്ളത്. പക്ഷേ ഈ ഒരു ഡിവൈഡറോ, ഈ ഒരു ഭാഗത്തു നിന്ന് അവിടെ നിന്ന് വന്ന വണ്ടി ഈ ഒരു ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു അന്നുണ്ടായ സംഭവം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയല് പാണമ്പ്ര എന്ന് പറയുന്ന നാട്ടിൽ ജഗതി വളവ് എന്നാണ് ഇവിടെ എല്ലാവർക്കും പറയാൻ പെട്ടെന്ന് അറിയപ്പെടുക.
ഈ ഭാഗം കേട്ടോ. അന്നിവിടെ ആക്സിഡൻ്റ് ആയ സമയത്ത് ഈ വര ഉള്ളിടത്തൊക്കെ മൊത്തം കുറച്ച് ടയറുകളൊക്കെ വെച്ച് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സേഫ്റ്റി ആക്കിയിനി. ഇപ്പോൾ വീണ്ടും സേഫ്റ്റി ഒന്നും അല്ല. ഒരു സിഗ്നൽ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നുണ്ട്. ആ വളവ് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ആ ഭാഗം ഇല്ലാതെ ഇവിടുന്ന് ഈ കാണുന്ന നേരെ ഭാഗത്താണ്. ഒരുപാട് താഴ്ചയുള്ള ഭാഗമായിരുന്നു. ഇവിടെ കാട് പിടിച്ച് താഴ്ചയുള്ളൊരു ഭാഗമായിരുന്നു. ഒരുപാട് മരങ്ങളൊക്കെ മാറ്റിയാണ് ഇപ്പോൾ ഇതിൽ കൂടെ ഈ ഒരു പാത പോകുന്നത്. നമ്മൾ വന്ന സർവീസ് റോഡ് അങ്ങോട്ട് തിരിയുന്നുണ്ടെങ്കിലും ഇതുവഴിയാണ് അത് വരാനുള്ളത്. ഈ സർവീസ് റോഡ് എന്താ ഇത് നേരെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലൂടെ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ആ KSRTC ഒക്കെ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇത് ചെന്നെത്തും. അതാ കണ്ടില്ല, ആ ഒരു ഭാഗത്തേക്ക് ഇതാ സ്ട്രൈറ്റ് ആയിട്ട് ഇത് ചെന്നെത്തും. ഇതൊക്കെയാണ്. ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് അവിടെ കുറഞ്ഞ ഭാഗം അവിടെ ഇങ്ങനെയുണ്ട് കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ KNRCൻ്റെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അനുവദനീയമല്ല, അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ പല ഭാഗത്തും ശ്രമിച്ചിട്ടുണ്ട്. നാളെ പൂക്കിപ്പറമ്പ് ഭാഗത്ത് പോയപ്പോൾ ഒരിച്ചിരി ചീത്തയും കേട്ടിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് സൂം ചെയ്തൊക്കെ എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മളിനിപ്പോൾ അതിന് ശ്രമിക്കണമല്ലോ കേട്ടോ. അതാണ് ആ ഡിവൈഡറൊക്കെ ഉള്ള ആ ഭാഗമാണ് കാണേണ്ടത്. ചേളാരിക്ക് കയറുന്ന ഭാഗം നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ ഈ വളവുകളൊന്നും ഉണ്ടാവില്ല, വളവുകളൊന്നും ഇല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരും. ഒന്നും കൂടി സൂം ചെയ്യുക, ക്ലാരിറ്റി സൂം ചെയ്യുന്നിടത്തോളം കുറയും. നല്ല വെയിലുമുണ്ട്. നേരത്തെ നമ്മൾ ആ സൈഡിൽ നിന്നാണ് എടുത്തത്. ഇതിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ്. ഇതിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ ആണ് നമ്മൾ നേരത്തെ എടുത്തത്. അതായത് ഒരു സൈഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ല വർക്ക് ഈ ഒരു സൈഡിൽ നടക്കാനുണ്ട്. എന്നാൽ മാത്രമേ ആ ഭാഗത്തേക്ക് എത്തുള്ളൂ. ഒരുപാട് മണ്ണിടാനുണ്ട്, സർവീസ് റോഡ് സെറ്റ് ചെയ്യാനുണ്ടൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ്ട് സർവീസ് ഇവിടെ ഈ IOCൻ്റെ മുന്നിൽ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. തിരിയാനൊക്കെ പറ്റിയ ഒരു സ്പേസ് IOCൻ്റെ മുന്നിലുണ്ട്. ചേളാരിയിലുണ്ടായിരുന്ന റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. രണ്ട് സൈഡ് സർവീസ് റോഡ്. പിന്നെ ആ ഭാഗത്ത് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ആ ഭാഗമൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഇത് കണ്ടില്ല, സർവീസ് റോഡ് ഇതാക്കിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കണമെന്നുള്ളതാണ് നമ്മളെ ചേളാരിയിലുള്ള ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് അത്യാവശ്യം യാത്രക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് കറങ്ങണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ.